എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം സുഗിയൻ തയ്യാറാക്കാം. ഇതിന് 1 കപ്പ് ചെറുപയർ കഴുകി 10 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത ചെറുപയർ ഒരു കുക്കറിലേക്കിട്ട് വേവുന്നതിനാവശ്യമായ വെള്ളമൊഴിച്ച് 2 വിസിൽ വരെ വേവിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുത്തതിന് ശേഷം തുറന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ചേർക്കുക. സാദാ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ശർക്കരയും വെള്ളവും കൂടി തിളപ്പിച്ച് അരിച്ചു ഒഴിക്കണം. കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റായി ചേർക്കാവുന്നതാണ്. ശർക്കര ഉരുകി ഒന്ന് തിളച്ച് വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുക. ഇനി നല്ലപോലെ ശർക്കര പാനിയിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ നല്ലപോലെ വേവിച്ച പയറിട്ട് ഇളക്കുക. പയർ വേവാതിരുന്നാൽ ഉരുണ്ട പിടിക്കാൻ ബുദ്ധിമുട്ടാകും. ഉരുണ്ട പൊട്ടിപ്പോവുകയും ചെയ്യും. ശർക്കര പാനിയിൽ പയറിട്ടാൽ പിന്നെ പയർ വേവില്ല. വേവാത്ത പയർ ചേർത്താൽ പയർ ഉടഞ്ഞു വരാതെ കല്ലുപോലെ കിടക്കും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഏലയ്ക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാനാണ് പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത്. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്താൽ സ്വാദ് ഒന്നുകൂടി വർദ്ധിക്കും. കുറുകി നല്ലപോലെ വെള്ളം വറ്റിയാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. നല്ലപോലെ ആറിയ ശേഷം പയർ ഉരുട്ടിയെടുക്കുക. ഇനി മേൽമാവിന് സാധാരണ മൈദാമാവ് കലക്കിയാണ് സുഗിയൻ ഉണ്ടാക്കാറ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി 2 കപ്പ് അരിയും 1/4 കപ്പ് ഉഴുന്നും 4 മണിക്കൂർ കുതിർത്ത് ഉപ്പ് ചേർത്ത് അരച്ച മാവിലാണ് സുഗിയൻ തയ്യാറാക്കുന്നത്. നമ്മൾ ഇഡ്ലി മാവിന് അരച്ച മാവിലും ഇത് തയ്യാറാക്കാം. പുളിച്ച ഇഡ്ലി മാവ് യൂസ് ചെയ്യരുത്. മാവ് അരച്ച ഉടനെ ഉണ്ടാക്കുക. അരച്ച മാവിൽ നിന്നും 4 തവിയെടുത്ത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. സോഡാപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മാവിൽ ചേർത്ത് കൊടുക്കുക. അതെല്ലാം അവരവരുടെ മനോധർമ്മത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി സുഗിയൻ പൊരിച്ചെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിലോ കടലെണ്ണയോ വെളിച്ചെണ്ണയോ ഏതിൽ വേണമെങ്കിലും ഇത് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായാൽ സുഗിയൻ ഉരുളകൾ നമ്മൾ തയ്യാറാക്കിയ മാവിൽ മുക്കി എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. കടായിയുടെ വലുപ്പത്തിനും എണ്ണയ്ക്കും അനുസരിച്ച് ഉരുളകൾ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം മാത്രം ഉരുളകൾ ഇടുക. ഉരുളകൾ ഇടുന്ന സമയം ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ സുഗിയൻ ഇട്ടതും പുറം പെട്ടെന്ന് കരിഞ്ഞു വരും. അതുപോലെ ഇഡ്ലി മാവ് കുറച്ച് കട്ടിയുള്ളതായിരിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സൈഡ് കളർ മാറിയാൽ മെല്ലെ മറിച്ചിടുക. 2 സൈഡും ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി മാറ്റാം. ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.